ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു കടലക്കറി ഉണ്ടാക്കാൻ പോകുന്നു. അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. കടലേൻ്റെ ചാറുണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഈ കടല പൂത്തിയിട്ടുണ്ടായിന്. അങ്ങനെ രാത്രി പൂത്തിയിട്ട് പിന്നെ പിറ്റേ ഉച്ചക്കാണ് കറി വയ്ക്കുന്നത്. അങ്ങനെ അതിൽ കുറച്ച് വെള്ളരിക്ക ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി വേണമെങ്കിൽ ഇടാം, ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം. അങ്ങനെ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിൽ വേവാൻ വെച്ച് ഒരു 5-6 വിസിലാവോളം വേവാൻ വെച്ച്. നല്ല വെന്തിട്ടെല്ലാം വന്നിന്. വേവാൻ വെക്കുമ്പോഴേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിന്. അങ്ങനെ അതിലിട്ടിട്ട് ഞാൻ കുക്കറിൽ നിന്ന് ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് തേങ്ങാവും മുളകെല്ലാം അരച്ചിട്ട് കൂട്ടിയിലേക്ക് എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് കറിച്ചപ്പെല്ലാം ഇട്ട് തിളപ്പിച്ച്. അങ്ങനെ നമ്മൾ നല്ല ചാറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പച്ചക്കറി ഇഷ്ടമുള്ള ആൾക്കെല്ലാം വെക്കാം. പിന്നെ എല്ലാവർക്കും പച്ചക്കറി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ ഒരു അടുപ്പിൽ ചോറ് ആകുന്നുണ്ട്, ഒരു അടുപ്പിൽ പിന്നെ ചാറ് തിളക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി. അങ്ങനെ പിന്നെ ഈ ചാറിൽ തന്നെ ഇങ്ങനെ ചോറ് വയ്ക്കുന്ന അങ്ങനെ ഒരു ആംപ്ലേറ്റ് ആക്കാൻ വിചാരിച്ച്. അങ്ങനെ കുറച്ച് ഉള്ളിയും ഈ പച്ചമുളകും ഉപ്പും അതെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു ആംപ്ലേറ്റ് ആക്കി. പിന്നെ കുറച്ച് പപ്പടവും കാച്ചി ഞാൻ. അങ്ങനെ പപ്പടം കാച്ചിയതും ആംപ്ലേറ്റും പപ്പടം കാച്ചിയതും പിന്നെ കടലച്ചാറും എല്ലാം കൂടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറ് വെച്ച ഗേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ബിഗ് താങ്ക്സ്. പിന്നെ മോൾ സ്കൂൾ വിട്ടിട്ട് വന്ന് അങ്ങനെ മോൾക്കും ചോറ് കൊടുത്തു ആയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.